റഷ്യയും ഉക്രൈനും തമ്മിലുള്ള ജിയോ പൊളിറ്റിക്കൽ ടെൻഷനിൽ അമേരിക്ക നൽകിയ ആയുധങ്ങൾ ഉക്രൈൻ ഉപയോഗിക്കാൻ തുടങ്ങിയതോടുകൂടി യുദ്ധത്തിൻ്റെ റിസ്ക് ഉയരുകയും ഇത് ഗ്ലോബൽ മാർക്കറ്റിനെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഗ്ലോബൽ മാർക്കറ്റുകളിലൊക്കെ സെല്ലിംഗ് പ്രഷർ പ്രകടമായിരുന്നു. അമേരിക്കൻ ഇൻഡിസസുകൾ ഫ്ലാറ്റ് നെഗറ്റീവ് സൈഡിലാണ് ക്ലോസിംഗ് നൽകിയത്. കൂടാതെ അമേരിക്കയുടെ 10 വർഷത്തെ ട്രഷറി ഈൽഡ് ഉയരുകയും ബോണ്ട് ഈൽഡ് ഉയരുകയും ഡോളർ ഇൻഡെക്സ് ഉയരുകയും ചെയ്തു. ഇതിൻ്റെ ഇമ്പാക്റ്റ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിലും പ്രകടമായിരുന്നു. ഇന്ത്യൻ മാർക്കറ്റ് നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകി. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് 3411 കോടി രൂപയുടെ സെല്ലിംഗ് നടത്തിയപ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 2783 കോടി രൂപയുടെ ബൈയിങ് നടത്തി. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കേണ്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തെ സ്റ്റോക്ക് ബജാജ് ഓട്ടോ. ബജാജ് ഓട്ടോയും KTMഉം തമ്മിലുള്ള ഇഷ്യൂ അല്ലെങ്കിൽ ബജാജ് ഓട്ടോയും KTMഉം തമ്മിൽ നടന്നു വന്നിരുന്ന ഒരു ഇഷ്യൂ ഏകദേശം സോൾവ് ആയിട്ടുണ്ട്. KTMൽ 2.2 കോടി രൂപയുടെ കോമ്പൗണ്ടിങ് എമൗണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയാണ് ഇഷ്യൂവിൽ ധാരണ എത്തിയിരിക്കുന്നത്. KTMലേക്ക് ബജാജ് ഓട്ടോ എന്ന കമ്പനിയിലേക്ക് 2012 KTM നടത്തിയ ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ ആണ് റിസോൾവ് ആയിരിക്കുന്നത്. രണ്ടാമത്തേത് ഭാരതി എയർടെൽ എന്ന സ്റ്റോക്ക്. ഭാരതി എയർടെലും നോക്കിയയും തമ്മിൽ 5G എക്സ്റ്റൻഷൻ ഡീൽ തുടരാൻ തീരുമാനിച്ചു. ഇത് ഭാരതി എയർടെലിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. ടാറ്റ പവർ എന്ന കമ്പനി ഭൂട്ടാൻ ബേസ്ഡ് കമ്പനിയായ ഡ്രഗ് ഗ്രീൻ പവർ കോർപ്പറേഷനുമായി ചേർന്ന് 5000 മെഗാവാട്ട് ശേഷിയുള്ള ക്ലീൻ എനർജി ജനറേഷൻ കപ്പാസിറ്റി ഭൂട്ടാനിൽ സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. NLC ഇന്ത്യ എന്ന കമ്പനി റിന്യൂവബിൾ എനർജി പ്രൊജക്റ്റുകളിലേക്ക് 3720 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും. ഗോവയിലെ കോട്ട്ലി മിനറൽ ബ്ലോക്കിലെ ലോവസ്റ്റ് ബിഡറായി JSW സ്റ്റീൽ എന്ന കമ്പനി തിരഞ്ഞെടുക്കപ്പെട്ടു. ഏജിസ് ലോജിസ്റ്റിക് എന്ന കമ്പനിയുടെ സബ്സിഡറി കമ്പനിയായ ഏജിസ് വോപാക് ടെർമിനൽ എന്ന കമ്പനി ഉടൻ തന്നെ 3500 കോടി രൂപയുടെ IPO ലോഞ്ച് ചെയ്യും. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്ന സ്റ്റോക്കിന് ഇന്നത്തെ ട്രേഡിംഗ് സെഷൻ ഫോക്കസ് ചെയ്യാവുന്നതാണ്. വോക്സ്വാഗൻ ഗ്രൂപ്പുമായിട്ടുള്ള കൊളാബറേഷൻ കമ്പനി തുടരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതുവഴി ഓപ്പർച്യൂണിറ്റീസ് എക്സ്പാൻഡ് ചെയ്യാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. GRSC അല്ലെങ്കിൽ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിനെയും ഇന്ന് ഫോക്കസ് ചെയ്യാം. വെസ്റ്റ് ബംഗാൾ ഗവൺമെൻറ്റിൽ നിന്നും 13 ഹൈബ്രിഡ് ഫെറി സപ്ലൈ ചെയ്യാൻ 226 കോടി രൂപയുടെ ഓർഡർ GRSC എന്ന കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട്. പവർ ഫിനാൻസ് കോർപ്പറേഷൻ്റെ സബ്സിഡറി കമ്പനിയായ PFC കൺസൾട്ടിംഗ് എന്ന കമ്പനിയെ അദാനി എനർജി സൊല്യൂഷൻസ് 18 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്തു. ഗോഡ്ഫ്രൈ ഫിലിപ്സ് എന്ന കമ്പനി 35 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗോദ്രേജ് പ്രോപ്പർട്ടീസ് 500 കോടി രൂപ വിലയുള്ള 53 ഏക്കർ ലാൻഡ് കൊൽക്കട്ടയിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി അക്വയർ ചെയ്തു. UPL എന്ന കമ്പനി റൈറ്റ് ഇഷ്യൂ വഴി ഫണ്ട് റൈസ് ചെയ്യാൻ തീരുമാനിച്ചു. 3380 കോടി രൂപയാണ് റൈറ്റ് ഇഷ്യൂ വഴി സമാഹരിക്കുന്നത്. ഗോദാവരി പവർ എന്ന കമ്പനി ജമ്മു പിഗ്മെൻറ്റ്സ് എന്ന കമ്പനിയുടെ 51% സ്റ്റേക്കുകൾ 500 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്തു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.